പ്രൊഫഷനാണ്. അച്ഛൻ പെർഫോമിംഗ് പ്ലസ് ക്ലാസ്സസ് എടുക്കും. ടീച്ചറാണ് ജയകുമാർ. ഞാൻ വീഡിയോസ് അങ്ങനെ ഇടാറില്ല. ഇവരെപ്പോഴും പറയും പാട്ടിട്. പിന്നെ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ വെക്കേഷൻ തുടങ്ങിയപ്പോഴത്തേക്ക് വെറുതെ സമയം കളയാൻ വേണ്ടിയിട്ട് തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ജസ്റ്റ് 3 years ആവുന്നതിന് മുമ്പ് തന്നെ സ്റ്റേജിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. മസ്കറ്റിലാണ്. 2.5 years മസ്കറ്റിലായിരുന്നു ജനിച്ചത്. അപ്പോൾ അവിടെ കൾച്ചറൽ പ്രോഗ്രാംസിന് അവിടുത്തെ കോമ്പറ്റീഷൻസ്, ഇന്ത്യൻ സോഷ്യൽ ക്ലബിന്റെ കോമ്പറ്റീഷൻസിനൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പലതിനും വിന്നറായിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല ചൂസ് ചെയ്ത് പാടുന്ന പാട്ടുകളും അത്യാവശ്യം നല്ല ട്രെൻഡിങ് ആയിട്ട് പോകുന്ന പാട്ടുകളൊക്കെ ചൂസ് ചെയ്ത് പാടുന്നു. പക്ഷെ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് പഴയ പാട്ടുകൾ പഠിക്കും. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും പറയുന്നല്ലോ പഴയ പാട്ടുകൾക്കകത്ത് സോൾ ഉണ്ടെന്ന് പറയുന്ന പോലെ. പക്ഷെ പുതിയ പാട്ടുകൾ റെയറായിട്ട് വരുന്ന നല്ല പാട്ടുകൾ ഇപ്പോഴും ഉണ്ട്. പിന്നെ ചില പാട്ടുകൾ നമ്മുടെ മനസ്സിൽ നിൽക്കത്തില്ല, നമ്മളത് പെപ്പി സോങ് ആയിട്ടൊക്കെ പോകും. അതെല്ലാവരും മൂളി നടക്കും, പെട്ടെന്ന് അതിന്റെ ലൈഫ് പോകും. ചില പാട്ടുകൾ ലൈഫ് ലോങ് നിൽക്കുന്ന പാട്ടുകളുണ്ട്. ഒരുമിച്ചിരുന്ന് പ്രാക്ടീസ് ചെയ്യാൻ സമയം അധികം കിട്ടാറില്ല. അതൊക്കെ വളരെ റെയറാണ്. പുള്ളിക്കാരി സ്വന്തമായിട്ട് ചെയ്യും പ്രാക്ടീസ്. ഇപ്പം ഗിറ്റാറൊക്കെ വാങ്ങിയിട്ട് അത്രയും സെൽഫായിട്ട് തന്നെയാണ് നോക്കി, കുറച്ച് യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് കുറച്ച് കോഡ്സ് ഒക്കെ വായിക്കാനും ഒക്കെ എടുത്തത്. ഞാൻ അത്ര അങ്ങോട്ട് അത് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല, സെൽഫായിട്ട് തന്നെ ചെയ്തിട്ടുള്ളതാണ്. പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അതിനുപരി പുള്ളി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അവള് വെറുതെ, ഞാൻ സത്യത്തിൽ ഉപേക്ഷിച്ച് കളഞ്ഞ ഒരു ഡ്രസ്സാണ്, വീട്ടിലിട്ടുകൊണ്ട് നടക്കുന്ന ഒരു ഡ്രസ്സ് ഇട്ടിട്ടാണ് ഒരു പാട്ട് പാടിയിട്ടത്. അതാണ് ഏറ്റവും വൈറലായ. അപ്പൊ തൊട്ട് ഇനി അമ്മയുടെ ഡ്രസ്സ് മതി. ഇത് സൈസ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ എന്റെ ഡ്രസ്സെല്ലാം ഏറ്റവും വലുതായിരിക്കും, അവൾക്ക് ചേരണമെന്നില്ല. പക്ഷെ അതിന് അവൾക്ക് ചേരുന്ന പാകത്തിലാക്കി എടുക്കും, എന്നിട്ട് അതിട്ടിട്ട് പാടുക ചെയ്യുന്നത്. അയ്യോ
സാധകം ചെയ്യാന്നൊക്കെ പറയില്ലേ, അത് തന്നെ വേണം. പഠിത്തം നശിപ്പിക്കാനല്ല പറയുന്നത്. ഇപ്പോഴത്തെ കുട്ടികളിൽ അവർക്കൊരു ഞങ്ങൾ പാടും എന്ന് കാണിക്കാൻ വേണ്ടി വരുന്ന കുറേ ആൾക്കാരുണ്ട്. എന്നാൽ നമുക്ക് വേണം എന്ന് കരുതി വരുന്ന ആൾക്കാരുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഞാൻ ഈ രണ്ടാമത് പറഞ്ഞ കാര്യമാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് മ്യൂസിക് ഉണ്ടെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, നല്ലതാണ്. എന്നോട് ഇവിടെ ആരും പഠിക്കാനൊന്നും പറയാറില്ല. പ്രാക്ടീസ് ചെയ്യും. പഠിക്കാൻ പറയാറില്ല. എക്സാമിന്റെ സമയത്തും കൂടുതൽ പ്രാക്ടീസ് ചെയ്യാൻ പറയാറുള്ളൂ. പക്ഷേ ഈ ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ, ടോപ്പ് സിംഗർ ഒക്കെ വന്ന സമയത്തും കുറെ എല്ലാ ക്ലാസ്സുകൾ അതിന്റെ ഷൂട്ടിന്റെ ഭാഗമായിട്ട് എന്തായാലും മിസ്സാവുമല്ലോ. എങ്കിലും പുള്ളി അത് മാനേജ് ചെയ്ത് ഒറ്റയ്ക്ക് തന്നെ ചെയ്യുമെന്ന് എനിക്കറിയാം. നല്ല മാർക്കായി, ഇപ്പം +1 അഡ്മിഷനായി, ഒന്നും കുഴപ്പമില്ല. ഞങ്ങൾ ഫ്രണ്ട്സിനെ പോലെ ഒന്നിലും നല്ല സ്നേഹം, അല്ലെങ്കിൽ ഞങ്ങൾ ഭയങ്കര അടിയാവും. പിന്നെ പ്രോഗ്രാം അങ്ങനെ പോകുന്നത് എനിക്കും വളരെ സന്തോഷമാണ്. അച്ഛനും മോളോട് പോകുന്നത് എനിക്ക് വളരെ സന്തോഷമാണ്. നമ്മൾ മ്യൂസിക് ഫാമിലി തന്നെയാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ എൻ്റെ ഗുരുവും കൂടിയാണ്. പിന്നെ എൻ്റെ അച്ഛൻ മ്യൂസീഷ്യനായിരുന്നു. ഹസ്ബൻഡിൻ്റെ സിബ്ലിങ്സ് എല്ലാം മ്യൂസീഷ്യൻസാണ്. അപ്പോൾ അങ്ങനെ വളരെ ഒരു സന്തോഷമാണ്, അഭിമാനമാണ് അതിനകത്ത്. തീർച്ചയായിട്ടും നമ്മൾ ഈ റിയാലിറ്റി ഷോയിലൊക്കെ ചെല്ലുമ്പം അവിടെ നിന്നൊരു ഇമ്പ്രൂവ്മെന്റ് കുട്ടികൾക്ക് കിട്ടാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ഗ്രൂമേഴ്സൊക്കെ നല്ല എല്ലാ ടാലൻ്റാണ്. അവരുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ കുട്ടികൾ സംഗീതത്തൊക്കെ അങ്ങനെ നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് അവിടെ നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്. തന്നെയല്ല, മ്യൂസിക്കിൽ അവർ പ്രാക്ടീസ് ചെയ്യും, ഇരുന്ന് ചെയ്യുന്നുണ്ട്. മത്സരം എന്നുള്ളത് വിട്ടിട്ട് നമ്മൾ സംഗീതത്തിന് വേണ്ടി ഇരിക്കണം. അപ്പോഴാണ് ഇപ്പം കൂടുതലും കുട്ടികൾക്ക് കാണുന്നത് കുറവാണത്. സാധനം എന്ന് പറയുന്ന സംഭവം കുറവാണ്, വളരെ കുറവാണ്. ചെയ്യുന്നില്ല, ചെയ്യുന്നവരുണ്ട്, ഇല്ലെന്നല്ല, അവരുണ്ട്. നമുക്ക് പാട്ട് കേൾക്കുമ്പോൾ അറിയാം, പാട്ടുകൾ കേൾക്കുമ്പോൾ അറിയില്ല, അതിലുള്ള പെർഫോമൻസ് കേൾക്കുമ്പോൾ നമുക്കറിയില്ല. ചോദിച്ചതുപോലെ ഇത് നമ്മൾ മത്സരത്തിന് വേണ്ടി ആകരുത്. സത്യത്തിൽ നമ്മൾ മ്യൂസിക്, നമുക്ക് ബ്ലഡിൽ മ്യൂസിക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എവിടെയും നമുക്ക് ഏത് വേദിയും നമുക്ക് ഇമ്പ്രൂവ്മെന്റ് തരത്തേ ഉള്ളൂ. അല്ല, ഇപ്പം അദ്ദേഹം പറഞ്ഞ ഗ്രൂമേഴ്സ്, നമ്മൾ ഏതിപ്പോൾ റിയാലിറ്റി ഷോ പോയാലും അവിടുത്തെ ഗ്രൂമേഴ്സിന്റെ അവിടെ എത്തിക്കഴിഞ്ഞ് അവർ കൊടുക്കുന്ന അഡ്വൈസ് അല്ലെങ്കിൽ കൊടുക്കുന്ന ലെസൺസ് അത് കിട്ടുമ്പോൾ തന്നെ കുട്ടികൾക്ക് വളരെ ഇമ്പ്രൂവ്മെന്റ് വരുന്നത് അത്രയും സമയം കൊണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രൈസ്. പിന്നെ ചേച്ചിക്ക് സിംഗറായിരുന്നു. അപ്പോ ഇങ്ങനെ മുമ്പത്തെ എന്തെങ്കിലും റിയാലിറ്റി ഷോസിൽ അങ്ങനെ എന്തെങ്കിലും പങ്കെടുക്കാൻ പോയിട്ടുണ്ടോ? ഞാൻ ഈ സ്റ്റാർ സിംഗറിന്റെ സീസൺ 2 ആണോ 1 ആണോ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, ഓഡിഷന് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഫൈനൽ ഓഡീഷൻ അങ്ങനെ ഫൈനൽ ഓഡീഷനൊക്കെ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ മസ്കറ്റ് പോകുമായിരുന്നു. അങ്ങനെ പിന്നെ വേറൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. ജനിച്ചു വളർന്നതൊക്കെ നാട്ടിൽ വന്ന് ഞങ്ങളിവിടെ സെറ്റിൽ ആകുമ്പോഴത്തേനും കൊറോണയായി. അപ്പം സ്കൂളെല്ലാം ബ്രേക്ക് ആയി പോയി. ആ ടൈമിലാണ് സ്റ്റാർ സിംഗർ സീസൺ 8 പോകുന്നത്. അപ്പം അതിൻ്റെ കുറേ ക്ലാസ്സുകൾ നമുക്ക് റെഗുലറായിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. പിന്നെ സ്റ്റാർ സിംഗർ സീസൺ 8 ഫിനാലെ വരെ എത്തിയില്ല, സെമി വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ ചെറിയ കുട്ടികളായിരുന്നു. ആ ഒരു സീസണിൽ ചെറിയ കുട്ടികളും വലിയ കുട്ടികളും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഫിനാലെ കഴിഞ്ഞിട്ട് ആണ് ഒരു ചെറിയ ഗ്യാപ്പ്, ഒരു 7 months ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ടോപ്പ് സിംഗർ സീസൺ 3 വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കും കുറച്ച് ക്ലാസ്സുകളെല്ലാം മിസ്സായി പോയി. പിന്നെ 9th ഹാഫ് കഴിഞ്ഞൊക്കെയാണ് പിന്നെ സ്കൂളിൽ റെഗുലറായിട്ട് പോയി തുടങ്ങി.
അപ്പം പിന്നെ അതിൻ്റെ ഇടയ്ക്കും പിന്നെ ഈ പ്രോഗ്രാംസ് ഷൂട്ട് ഇടയ്ക്കൊക്കെ ഷൂട്ടൊക്കെ വരുമ്പോൾ ഒക്കെ ഉള്ള ക്ലാസ്സുകൾ മിസ്സായതെല്ലാം ടീച്ചേഴ്സ് കുറേയധികം ഹെൽപ്പ് ചെയ്തു. അങ്ങനെ അപ്പോൾ ടീച്ചേഴ്സ് പറയുന്നുണ്ട് റെഗുലർ സ്റ്റുഡൻ്റ് ആയിരുന്നെങ്കിൽ ഇതിലും കൂടുതൽ പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹാപ്പിയാണ്. അവിടെ അതിനകത്ത് തന്നെ ഇത്രയും പ്രോഗ്രാംസും കാര്യങ്ങളും അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഇത്രയും ചെയ്യാൻ പറ്റിയതിൽ പെർഫോമൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ മെയിൻലി ക്ലാസ് ആണ്, മ്യൂസിക് ടീച്ചിങ് ഉണ്ട്, ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അതിൽ കുറച്ച് തിരക്കാണ്. അപ്പം പ്രോഗ്രാംസ് അത്രയും കൊണ്ട് അത് ഫോക്കസ് ചെയ്യുന്നില്ല. പക്ഷെ പോകാറുണ്ട്, ചെയ്യാറുണ്ട്. കൂടുതലും ഈ ടീച്ചിങ് ആകുമ്പോഴത്തേക്ക് എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട്. എന്റെ അടുത്തൊന്നും പറയും അച്ഛനൊന്നും പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലായില്ല, അച്ഛനോട് ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്നവരെ എനിക്ക് പാട്ട് അറിയാവുന്നതുകൊണ്ട് കുറച്ച് അഡ്വാൻസ്ഡ് രീതിയിൽ പക്ഷെ ഞാൻ സ്ലോയാ. ഞാൻ ചെറിയ കുഞ്ഞുങ്ങൾക്ക് പറയുന്ന പോലെ ഇതാവും. അപ്പൊ അവള് ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്കാ നിങ്ങൾ തമ്മിൽ അടിയണം. എന്നെ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്തതുപോലെ ഇനി എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ അറോറയ്ക്ക് ഒരു വലിയ താങ്ക്സ്. എല്ലാവരും ചാനൽ കാണുക, അടിപൊളി കണ്ടന്റ് ഒക്കെയാണ്. ഞാനും കാണാറുണ്ട്, അറോറയുടെ ഒരു സ്ഥിരം പ്രേക്ഷകയാണ് ഞാനും. അപ്പോൾ അറോറയ്ക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. താങ്ക് യു.